ഇതിൻ്റെ ഒരു കഥ വന്ന് പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ബേസ് കഥ പറയുകയായിരുന്നു. അത് ആ പറഞ്ഞ കഥയും ഇതേ ഒരു ആംബിയൻസ് തന്നെയാണോ ലാലേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞത്? ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ലാലേട്ടനെ കൺവിൻസ് ചെയ്തെടുക്കാൻ ലാലേട്ടൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു. ആ സംശയങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ സംവിധായകനിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു നടനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ കഥ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഒരു ടെറൈനിൽ നടക്കുന്നു, ഇങ്ങനെ ദേശവും കാലവും ഇല്ലാത്തൊരു ടെറൈൻ, ഇതുപോലൊരു പശ്ചാത്തലം, കോസ്റ്റ്യൂം, ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണോ ചെയ്തത്? അതോ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തികളുടെ ട്രസ്റ്റാണോ? സ്റ്റോറി ബോർഡൊക്കെ വരച്ച് കൊണ്ട് കാണിച്ച് എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്തത് ലാലേട്ടൻ ഈ പടം? ലിജോ ആയിട്ട് ഒരുപാട് കഥകൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ള ഒരാളാണ്. അപ്പം ഒരു നോട്ട് പറയുകയും ഇങ്ങനെ ഒരു ധാരണ, ഇങ്ങനൊരു ആശയമുണ്ട് എന്ന് പറയുകയും അതിൽ എനിക്ക് അതിലൊരു താല്പര്യം തോന്നുകയും പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പം ഒരുപാട് പോസിബിലിറ്റി അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു വലിയ സിനിമയായി മാറണം. കാര്യം ഇതിപ്പം ഇവിടെ വെച്ചിട്ട് എടുക്കേണ്ട ഒരു സിനിമയല്ല. അങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് നമുക്ക് പോയാലോ എന്നുള്ളതാണ് ആശയത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതൊരു ധാരണയാണ്. ആ ധാരണ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നതാണ് എന്നെക്കുറിച്ച്, ഞാനെന്നുള്ള ആക്ടറുടെ ധർമ്മം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഡയറക്ടറെ വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യുക, അദ്ദേഹം പറയുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ടിനു, ഒരുപാട് ട്രെയിലറിൻ്റെ താഴെ കുറേ കമൻസ് വായിച്ചാണ് മലയാളത്തിൻ്റെ തലവര മാറ്റുന്ന ഐറ്റം ശരിയായിരിക്കും. ടിനു നമ്മൾ കുറച്ച് ഓപ്പണായിട്ട് പറഞ്ഞു. ഇദ്ദേഹം അതിൻ്റെ കൂടെ ഫുൾ ടൈം നിന്ന ആളല്ലേ. അതല്ല, നിങ്ങൾ രണ്ടും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊന്നും വിട്ടു പറയില്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് അതിനുള്ളൊരു പരിമിതി ഉണ്ടല്ലോ പറയാൻ. കാരണം ഞാൻ വർക്ക് ചെയ്ത ഒരാളാണല്ലോ, അപ്പോൾ തലവരെ മാറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഉറപ്പായിട്ടും ലാൽ സാർ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമ കാണാത്ത ഒരു വിഷ്വൽ ലാംഗ്വേജിലൂടെ സഞ്ചരിക്കുന്ന സിനിമയായിരിക്കും. അത് ഉറപ്പായിട്ടും ആൾക്കാർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഉറപ്പായിട്ടും ആൾക്കാരെ എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു കോള് വരുന്നു, മോഹൻലാൽ സിനിമ, ലാലേട്ടൻ്റെ സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോള് വന്നത് കൺഫേം ആവുന്നു. ഈ ഒരു എക്സൈറ്റ്മെന്റ് ആദ്യം പറഞ്ഞ ആരുടെ അടുത്താണ്? ആദ്യം കോള് വന്നപ്പോൾ എനിക്ക് അറിയില്ല ഇത് ലാലേട്ടൻ്റെ മൂവിയാണെന്ന് അറിയില്ല. ഓഡീഷന് വിളിച്ചതാണ്. അപ്പോൾ ഓഡീഷന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ വില്ലയിൽ പോയി ഇരുന്നപ്പോഴാണ് പുള്ളിയുടെ ഫോട്ടോ കാണുന്നത്. അപ്പോഴാണ് ഇത് മോഹൻലാൽ ചിത്രം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഓഡീഷൻ വെച്ചപ്പോഴത്തേക്കും പിന്നെ ആക്ച്വലി ടെൻഷനായിരുന്നു ഇത് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ്, ഒരു പുതുമുഖമാണ്. അപ്പം എല്ലാ ചെറുപ്പക്കാരുടെ മനസ്സിലും ഒരു പടം അഭിനയിക്കണം, പതുക്കെ വലിയ ഇതുപോലത്തെ ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിക്കണം എന്നാണ്. ഇത് എനിക്ക് രണ്ടും ഒരുമിച്ചാണ് കിട്ടിയത്. ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയൊരു മഹാനടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതിൽ ആരോടാണ് എക്സൈറ്റ്മെന്റ് ആദ്യം നമുക്ക് പറയണല്ലോ, ഇങ്ങനൊരു സംഭവം കിട്ടി? ഞാൻ എന്തായിരുന്നാലും സന്തോഷമായിരുന്ന സംഘടന ആദ്യം അമ്മയോടാണ് എല്ലാം ഷെയർ. അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഹാപ്പിയാണ്. അതിനെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് മനോജ് ഏറ്റവും അതിനെ നന്നായി. വലിയൊരു കാര്യമാണ്. സങ്കടം അതിൽ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഡാൻസ് ആയിട്ട് എന്തോ ഇല്ല.